ഹസീന അവിടെ ഭരിക്കുന്നു. അവര് അത്ര വലിയ ജനാധിപത്യ ഒരു വിശ്വാസി എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കരമായ ഒരു ജനാധിപത്യ ഒരു അനുഭാവിയൊന്നുമല്ല. അവര് ഭരിച്ചിരുന്നത് വളരെ ശക്തി കൊണ്ട് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാവുക. ഉം. പക്ഷെ എന്നാലും അവര് അപ്പുറത്തോളം ഓപ്പോസിഷനേക്കാൾ ഭേദമായിക്കൊണ്ട് പല കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളിടത്താണ് അവർക്ക് ഒരു അവാമി ലീഗിന്റെ നേതാവ് എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു മേൽക്കൈ ഉണ്ടായിരുന്നത്. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി അവിടെ ശ്രദ്ധയിൽപ്പെട്ടത്, ഈ ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷം എന്ന രീതിയിൽ ഹിന്ദുക്കള് കൂടുതലും സപ്പോർട്ട് ചെയ്തിരുന്നത് അവാമി ലീഗിനെയാണ് എന്നും കൂടിയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. ഉം. അതവിടെ സൂചിപ്പിക്കുന്നത് മറ്റൊരു വിഷയം കൂടിയാണ്. അതായത് നമ്മുടെ നാട്ടില് ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷ പാർട്ടികളുണ്ടാക്കി സ്വന്തമായിട്ട് മത്സരിച്ച് എന്നിട്ട് അതുവഴി ഒരു ഒരു വോട്ട് ബാങ്ക് ലോബിയിങ് നടത്തുന്ന ആ ഒരു സംഗതിയെ വെച്ച് നോക്കുമ്പോ ബംഗ്ലാദേശിൽ അതല്ല കാണുന്നത്. അവിടെ മെയിൻ സ്ട്രീം പാർട്ടികളുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെയാണ് ഹിന്ദു സമൂഹം ന്യൂനപക്ഷമാണെങ്കിലും പാർലമെന്റിൽ അടക്കം എത്തി അവരുടെ ശബ്ദം അവിടെ കേൾപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ ഏത് പാർട്ടി പ്രധാനമായിട്ട് ഈ പാർട്ടി വന്നു കഴിയുമ്പോ അവിടെ അവർക്ക് നല്ലൊരു റെപ്രസന്റേഷൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നു എന്നും കൂടി നമുക്കവിടെ കാണാൻ കഴിയും. അത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു മാതൃകയാണെന്നും കൂടിയാണ് സാന്ദർഭികമായിട്ട് അവിടെ നമുക്ക് മനസ്സിലായത്.